ഹൈറേഞ്ചിലെ തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആതുരാലയമായ ഏലപ്പാറ സർക്കാർ ആരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ അഭാവം മൂലം കടുത്ത പ്രതിസന്ധിയിൽ. ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരുമില്ലാത്തത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ പൂർണ്ണമായും താളം തിരിച്ചിരിക്കുകയാണ്. ദിനംപ്രതി നൂറുകണക്കിന് സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും ആശ്രയിക്കുന്ന കേന്ദ്രത്തിലാണ് ഈ ദുരവസ്ഥ. 4 ഡോക്ടർമാരുടെ സേവനം അത്യന്താപേക്ഷിതമായ ഇവിടെ നിലവിൽ 2 ഡോക്ടർമാർ മാത്രമാണുള്ളത്. ഇതിൽ ഒരാൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ എത്തിയതുമാണ്. മറ്റ് പാരാമെഡിക്കൽ ഓഫീസ് സ്റ്റാഫുകളുടെ കുറവും രൂക്ഷമാണ്. ഏലപ്പാറ, വാഗമൺ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി രോഗികളാണ് ദിവസവും ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. ജീവനക്കാരുടെ കുറവ് മൂലം മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പ്രായമായവരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ മടങ്ങുന്നത്. നിലവിലുള്ള 2 ഡോക്ടർമാരിൽ ആരെങ്കിലും ഒരാൾ അവധിയിൽ പ്രവേശിച്ചാൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ 4 ഡോക്ടർമാരോളം വേണ്ടതാണ്. പക്ഷേ സത്യത്തിലുള്ളത് 2 ഡോക്ടർമാരാണ്. അതിൽ ഒരാൾ ടെമ്പററി ആണ്. ഏത് സമയം എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതാണ്. ഒരു ദിവസം 250 OP ടിക്കറ്റോളം വരുന്നുണ്ട്. തന്നെയല്ല, ഇത് തോട്ടം മേഖല ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒത്തിരി പേര് ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവരെല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഭയം പ്രാപിക്കുന്നത്. അതിൻ്റെ ശേഷമായിട്ട് പീരുമ്പടിയും കാഞ്ഞിരപ്പടിയൊക്കെ രോഗികളെ പറഞ്ഞു വിടുന്ന ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള ഡോക്ടർമാർ ഒരു 4 ഡോക്ടർമാരെയും അതിന് തക്കതായ സ്റ്റാഫിനെയും നിയമിച്ച് ഒരു അടിയന്തരമായിട്ട് ഒരു നീക്കുപോക്കും ഒരു പരിഹാരവും കാണണമെന്ന് പ്രത്യേക അതിന് ആവശ്യപ്പെടുകയാണ്. നടപടി ഉണ്ടാകണമെന്ന്, ഗവൺമെൻറ് ഭാഗത്ത് നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു. അടുത്ത കാലത്താണ് ആശുപത്രി ആധുനിക രീതിയിൽ നവീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. എന്നാൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് കടുത്ത അലംഭാവമാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമായ ഈ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രാദേശികമായി ഉയരുന്ന ശക്തമായ ആവശ്യം.